ദേ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് വെള്ളനാട് ട്രിവാൻഡ്രത്തെ മനോഹരമായ ഒരു കോളേജിലാണ്. സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് സത്യത്തിൽ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ പല പ്രാവശ്യം അവരുടെ പല കോളേജുകളിൽ പോയി ഷൂട്ട് ചെയ്തു. ലീഡ്സ് ആണ് ഇപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത്. എനിവേ നമ്മുടെ കുട്ടികളെല്ലാം അവിടെ വളരെ എനർജറ്റിക് ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കഥയിലേക്ക് പോവാം. കമാൺ. വളരെ റൊമാൻറ്റിക്കും സ്വീറ്റുമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരു മൂവിയായിരുന്നു ചോക്ലേറ്റ്. പേര് പോലെ തന്നെ ചോക്ലേറ്റ് തന്നെയായിരുന്നു. അതിലെ ഒരു മനോഹരമായ ഒരു ഡയലോഗാണെന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഞാൻ നിൽക്കുന്നത്. വല്ല കിടുക്കാച്ചി കുട്ടികളാണ്. അപ്പോൾ ഐശ്വര്യമായി നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ്. അതിന് ഐശ്വര്യമായി ആരാണ് വരുന്നത്? ഐശ്വര്യ വരൂ. എവിടെയാണ് നാട്? എവിടെയാണ് നാട്? ഇവിടെ അടുത്ത് തന്നെയാണ്, ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ. സ്ഥലപ്പേര്? കാട്ടാക്കട. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ MBA സ്റ്റുഡൻ്റ് ആണ്. ഏത് ഇയറായി? ഇപ്പോൾ സെക്കൻഡ് സെം കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ. റെഡി, ആക്ഷൻ. എടി ചങ്ങൻ എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അതില്ല. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ കെട്ടിത്തുമ്മി. കെട്ടിത്തൂങ്ങി കിടന്ന് ആടുമെന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും കാണും മോളെ. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. പറയടി ചന്ദ്രിക. മടങ്ങി എത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. നിനക്ക് ജീവിക്കണോ അതോ ചാവണോ? പക്ഷെ അതവള് പറയില്ല. എന്താണ് ഐശ്വര്യമായിട്ട് വന്നിട്ട് എന്താണിത്? ഇവൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്, എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. അവൾ അത് പറയില്ല. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. പച്ചക്കുഴന്തേ വാഴപ്പഴുത്തേക്കാക വിഴുந்து അഴുന്തേ. നിർത്താം, 3 പ്രാവശ്യം പറഞ്ഞു. ഒന്നുകൂടെ പറയോ? പച്ചക്കുഴന്തേ വാഴപ്പഴുത്തേക്കാക വിഴുந்து അഴുന്തേ. പച്ചക്കൊഴുന്ത് വാഴപ്പഴത്തുക്കാക കൊഴുന്താ. ഈ ചളിയൊന്നും നിർത്താൻ ഞാൻ എന്ത് തരണം? വിഴുந்து അഴുതേ. 3 പ്രാവശ്യം അങ്ങോട്ട്. ഒരിക്കൽ കൂടെ പ്ലീസ്. പച്ചക്കുഴന്തേ വാഴപ്പഴുത്തേക്കാക വിഴുந்து അഴുന്തേ. പച്ചക്കൊഴുന്ത് വാഴപ്പഴത്തുക്ക് ആക വിഴുந்து കൊഴുന്തേ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. പച്ചക്കുഴന്തേ വാഴപ്പഴുത്തേക്കാക വിഴുந்து അഴുന്തേ. പച്ചക്കൊഴുന്ത് വാഴപ്പഴത്തുക്കാക വിഴുந்து കൊഴുന്തേ. കൊഴുന്തല്ല, അഴുന്തേ. യെസ്. എന്താണ് പേര്? മാളവിക. എവിടെയാണ് നാട്? എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നെടുമങ്ങാട്. ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ BTech CSE ഫസ്റ്റ് ഇയർ. ഓക്കെ. അപ്പം ഡയറക്റ്റ് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി? എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോൾ ചന്ദ്രികയെ, നീ എന്താടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കഴുത്തിൽ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുമെന്നോ? എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. കെട്ടിത്തൂങ്ങി കിടന്ന് ആടുമെന്നോ? അതൊക്കെ പണ്ട്. ഇപ്പോഴെന്റെ കഴുത്തിൽ ഒരു കുരുക്ക്. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നാക്കുളുക്കഥ തെറ്റാതെ പറഞ്ഞേ. ഈ കുരുക്ക് വീണാൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ജീവിക്കാനാണേലും മരിച്ച്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും.
ഒരുമിച്ച് ചാവാനാണേലും ഒരുമിച്ച് ജീവിക്കാനാണേലും പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ വിട്ടു പിരിഞ്ഞാൽ എന്നെ സ്നേഹിച്ചിട്ടില്ല. എടാ ഊതടാ. സാറ് നല്ല സുന്ദര കേട്ടോ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. പക്ഷെ ഇവൾ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ വിട്ടു പിരിഞ്ഞാലും ഇവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കണ്ടോ, ഇവളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായി കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടി കാനന ചായയിൽ ആഡ് വെക്കാൻ നിന്നെ കൊണ്ട് പറയും, ഫേസ് നോക്കി തന്നെ പറയും. ഏത് തമ്പുരാന്റെ അടുത്ത് ഞാൻ പറയും. എടി കാനന ചായ ആഡ് വെക്കാൻ നിന്നെ ഞാൻ കാനന ചായയിൽ ആഡ് വെക്കാൻ നിന്നെയും കൊണ്ട് ഞാൻ പോവാണ്. സന്തോഷത്തിൽ പറ, ലാസ്റ്റ് ഡയലോഗ്. എടി കാനന ചായ ആഡ് വെക്കാൻ നിന്നെയും കൊണ്ട് ഞാൻ പോവാണ്. വേണ്ട, ഞാൻ പറയുന്നു. അടുത്തതായിട്ട് നീ വാ. എന്താണ് പേര്? ആരോമൽ. ആരോമൽ നൈസ്. ഇയർ റിംഗ് ഒക്കെ അടിപൊളിയല്ലേ? എവിടെയാണ് നാട്? കൊല്ലം. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ എന്നതാടി നീ വിചാരിച്ചേ? ഗുഡ് ബൈ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ കയറി കെട്ടിത്തൂങ്ങിക്കട നാട് വന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീണാൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും കാണും. നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമമായ ചാകാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. നിനക്ക് ചാവണോ അതോ ജീവിക്കണോ? ഫാഷൻ ഷോയ്ക്ക് പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എന്നെ പിരിഞ്ഞാലും നീ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയണം. അത് ഹൃദയത്തെ തൊട്ട് പറടാ. എങ്ങനെ തൊട്ടാ മതി? കടവുളെ കാപ്പാത്തുന്നു. നീ എങ്ങടാ? മോട്ടർ നന്നാക്കണം. പിന്നെ വന്നാ മതി പറഞ്ഞല്ല. എനിക്കിപ്പോ നന്നാക്കണം. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല. ഹൃദയത്തെ തൊട്ടില്ല. ഇവിടെ തൊടാനല്ല പറഞ്ഞത്, ഉള്ളിന്ന് വരട്ടെ ഫീലിങ്സ്. മഞ്ഞളിൽ ടാർസ്യൂസ്. അതെ. Camel cow dung. Multicolored fungus. You sweat from a baboon's balls. Get out. എന്റെ പപ്പ ആദ്യമായിട്ട് വെച്ച തെങ്ങ് ഇവരുടെ പറമ്പിലോട്ട് ഇച്ച ചാഞ്ഞന് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞുണ്ട്. അപ്പൻ ഗെറ്റ് ഔട്ട്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എന്നെ പിരിഞ്ഞാലും നീ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പറയണം. മാളവിക ഒരു ഫീൽ ചെയ്തായിരുന്നു, ആ ഒരു ഫീലിംഗ് വരട്ടെ. ഫീലിംഗ് കണ്ടോ, ഇവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വെട്ടം വേണമെങ്കിലും. എന്നാൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിന്റെ സഹോദരിയായി കാണാൻ എനിക്ക് പറ്റുകയില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. കാനന ചായയിൽ ആടുവെക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവുകയാണ്. ഉറപ്പാണല്ലേ? But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഓക്കെ, അപ്പൊ ഇനി ആരാണ് ആ കഥാപാത്രത്തെ അങ്ങോട്ട് മനോഹരമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താ മോളുടെ പേര്? ബൃന്ദ. ഓക്കെ, എവിടെയാണ് നാട്? എവിടെയാണ്? ഒറിജിനൽ നേറ്റീവ് കന്യാകുമാരിയാണ്, ഇപ്പോൾ ഇവിടെ വട്ടപ്പാറ. ഓക്കെ, തമിഴൊന്ന് പയറ്റ് നോക്കിയാലോ? ഈ കുപ്പി വെള്ളം എങ്കിരുന്ന് കുടിച്ചു. അപ്പാര് ചോദ്യനാത്താവാ ഇന്ത വെള്ളം എവിടാന്ന് കടാച്ചു അമ്മാഞ്ചു കീമാഞ്ചു ഇത് എവിടാഞ്ചു കടഞ്ചാഞ്ചു കൂഞ്ചു. ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയാല് ഈ നീ ചുണ്ടും കൊണ്ട് വരണണ്ടപ്പോ ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുവേണ്ട ചപ്പാത്തി മതി എന്ന് പറയാനായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇവനോട് ഞാൻ അങ്ങനെ താമസിക്കും. ഈ രമണ കെട്ടിത്തൂങ്ങിക്കിട നാട് വന്നോ? അതൊക്കെ പണ്ട്.
ഇപ്പോ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീണാല് അതിന് മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാവാനാണേലും ഒരുമിച്ച്, ജീവിക്കാനാണേലും എവിടെ, ജീവിക്കാനാണേലും നിങ്ങൾ ഒരുമിക്കോ? ഇത് ഇന്ന് നീ പറയുന്ന എത്രാമത്തെ പുളുവാണെന്നറിയോ? ഞാൻ പറഞ്ഞ പുളുവാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? കുറെ കാലമായില്ലേ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? സ്നേഹിതന്മാർക്ക് വേണ്ടി വനവാസത്തിന് വരെ പോകാൻ മടിയില്ലാത്തവനാണ് ഈ ശ്രീരാമൻ. ഇത്രയും പേരുടെ മുന്നേ വെച്ച് നീ പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാല് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. കണ്ടോ, അവളെ കൊണ്ട് പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായി കാണാൻ എനിക്ക് സൗകര്യമില്ല. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പൊ എംബ്രദോരെ പറഞ്ഞ് മനസ്സിലാക്കണേ? യു നോ ഇംഗ്ലീഷ്? ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇതൊക്കെ പഠിക്കണ്ടേ? ലുക്ക് കുട്ടി, ദിസ് പട്ടി and that putty very match, and this putty ayo ഞാൻ പറ്റില്ലാട്ടാ, this കുട്ടി and you കുട്ടി you കുട്ടി very very match. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാര് ഒരു വാക്ക് കണ്ടുപിടിച്ചു സോറി സോറി സോറി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. അതാ ക്ഷമ വേണ്ട രീതി ചോദിച്ചില്ല, അതാണ് നല്ല രീതി ചോദിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ. കാനനച്ചാലയിൽ ആട് മേയ്ക്കാൻ, കാനനച്ചാലയിൽ ആട് മേയ്ക്കാൻ. അതേടാ, എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നു പോവാം. എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ എടുത്തോണ്ട് പോലെ. അപ്പൊ അണ്ണനെ കുളിക്കണ്ടേ? ഞാൻ പിന്നെ കുളിച്ചോളാം. കാനനച്ചാലയിൽ ആട് മേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവാണ്. കുഴപ്പമില്ല. ഒരു ചെറിയൊരു കുസൃതി ചോദ്യമുണ്ട്. തലയിൽ കാല് വെച്ച് നടക്കുന്ന ഒരു ജീവി, ആരും പറയരുത്. തലയിൽ കാല് വെച്ച് നടക്കുന്ന ഒരു ജീവി ഏതാ? തത്തമ്മേ? അത് എവിടാ ഒരു തത്തുമ്മ ഇങ്ങോട്ട് പറന്നു വന്നു. നമ്മളെ പറമ്പ് കൂടെ തത്തുമ്മയും പാത്തുമ്മയും ബീവാത്തുമ്മ ഒക്കെ പറന്നു വന്ന് വരും. അതിന് അനക്കെന്താന്നാ ചോദിച്ചത്? മരക്കച്ചോടൻ തത്തുമ്മ ഇറങ്ങി പോടാക്കി മാറേ. അത് വിചിത്രമാണല്ലോ. ഇവിടെ വീട്ടിലുണ്ടാകുന്നത് പേനാണോ? എന്റെ പേരോ? പേനാണോ? പേന്. കറക്റ്റ്. കുട്ടിയുടെ പേരെന്താ പറഞ്ഞേ? ചന്ദനെന്നോ? നന്ദന. രണ്ടും നല്ല പേരാ. ഏട്ടാ ധൈര്യമായിട്ട് വെക്കോ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. മാമളെ. എന്താണ് മോന്റെ പേര്? നിതിൻ. എവിടെയാ നാട്? മല്ലെങ്കിൽ. ഏതാണ് പഠിക്കുന്ന? ബിടെക് സെക്കൻഡ് ഇയർ. ഓക്കെ, തുടങ്ങിയല്ലോ. ഓക്കെ, കഥാപാത്രത്തെ ആവാഹിച്ചോ? കഥാപാത്രം ചിലപ്പോൾ വരും. അയ്യോ, എന്ത് പറ്റി? അഭിനയിക്കാന്നൂടാ. റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തയുടെ മോള് ചന്ദ്രികയെ. അത് കൊയക്കാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരബദ്ധം. എന്തബദ്ധം? ഇതാണ് അബദ്ധം. ഇത് അബദ്ധല്ല, ഇത് അഹങ്കാര. അതെങ്ങനെ കൈകാര്യം ചെയ്യണം കൊയക്കറിയാം. ശരിയല്ല, ഒന്നും ശരിയല്ല. നീ എന്താണ് വിചാരിച്ച്? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ കെട്ടി തൂങ്ങി ചാവുമെന്നോ? ഇത് ടീച്ചറിന്റെ മുന്നിൽ മറ്റേ ക്ലാസ്സിൽ എഴുന്നേറ്റ് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ട്. എന്റെ കാര്യത്തിൽ കുരുക്ക് വീണ അതിന്റെ ഒരറ്റത്ത് നീ ഉണ്ടാവും. ഒരു വികാരമില്ല നീ പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. ജീവിക്കാനാണെങ്കിലും ചാവാനാണെങ്കിലും ഒരുമിച്ച്. പക്ഷേ നീ ഇവരുടെ മുന്നിൽ പറയണം നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഉള്ളതല്ല വളവിൽ റോതൽ മരത്തിൽ 10-25 കിലോ തുടങ്ങി പറഞ്ഞിട്ട് വെച്ചു. എന്തേ? ഉള്ളതല്ല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 കിലോ തുടങ്ങി. വളവിൽ ഒതള മരത്തിൽ 10-25 കിലോ തുടങ്ങി. അതെങ്കിലും പറഞ്ഞു. അറബി അറിയില്ലല്ലോ. അതായത് ഈ ഫ്രീസറിനകത്ത് ഇരിക്കുന്ന പോലെയാ. രാത്രി 2 എണ്ണം വിട്ടാലേ കിടന്നുറങ്ങാൻ പറ്റൂ. നീ കേറുന്നോ? നമുക്ക് 2 സ്കോച്ച് അടിച്ചിട്ട് പോവാം. ഇവിടെ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. ഒളതള വളവിൽ 10-25 ഒതളങ്ങ. എന്തിലാണ്? തെങ്ങിലോ? അല്ല, ഒതള മരത്തിൽ. ആകാവുന്ന പണിക്ക് ഇറങ്ങിയാ പോരെ? അത് തന്നെയാണ് നാട്ടുകാരും അങ്ങോട്ട് ചോദിക്കണത്. എന്ത് ആകാവുന്ന പണി ചെയ്താ പോരേന്ന്. അതിപ്പോ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പറഞ്ഞ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ബിന്ദു ചേട്ടനിപ്പോ ബിന്ദു എന്ന് വിളിച്ചല്ലോ. എനിക്ക് സ്നേഹം വന്നാ ഞാൻ ബിന്ദുന്നും വത്സെന്ന് ഒക്കെ വിളിക്കും. ഞാൻ വേണ്ടി വന്ന് എന്നെ കടിക്കും ഞാൻ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പെടക്കോഴി മുട്ടടാത്തതിന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക, അണ്ണാനെ മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തിയിട്ട് ചുട്ടു തിന്നുക, തേനീച്ചക്കൂടിന്റെ മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക,
ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ചേട്ടാ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഓക്കെ, നിന്നെ എനിക്ക് ഇവിടെ പോകുന്നു. സംഗതി വന്നില്ലല്ലോ മോനെ. ഈ രാഷ്ട്രീയക്കാരും ആത്മീയ ആചാര്യന്മാരും ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെയാ ചെയ്യുന്നത്. പേരെന്താണ്? പേര് റോഷൻ. റോഷൻ. എവിടെയാണ് നാട്? ഞാൻ കോഴിക്കോട്. കോഴിക്കോട് അടിപൊളി സ്ഥലമാണ്. കോഴിക്കോട് എവിടെയുണ്ട്? കോഴിക്കോട് ഞാൻ ടൗണിലായിട്ട് വരും. ടൗണിൽ തന്നെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ ഞാൻ MBA. എങ്ങനെയുണ്ട് കോളേജ്? കോളേജൊക്കെ അടിപൊളിയാണ്. ആണല്ലോ. എന്നാ അറിയാവുന്ന ഡയലോഗ് അങ്ങോട്ട് പറ. അറിയാവുന്ന അത്രയും നീ അഭിനയിച്ച് പറഞ്ഞാൽ മതി. അല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ. പച്ചവെള്ളം വരെ ടെസ്റ്റ് ചെയ്തിട്ട് കുടിക്കുള്ളൂ. അവിടെ ഈ ക്ലാസ് ജീവിതമായിരിക്കും. എടി ചങ്ങനാശ്ശേരിക്കാരൻ. എടി ചങ്ങനാശ്ശേരി. അണ്ണോ, ഈ വണ്ടി വേറെ റൂട്ടിലേക്കാണല്ലോ പോണത്. ഏത് റൂട്ടിലേക്ക് വേണേലും പോട്ടാ, നമ്മൾ കയറായിരുന്ന പോരെ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തയുടെ മോളെ ചന്ദ്രിക. എന്നിട്ട് നീ എന്താടി വിചാരിച്ചത്? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാ? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ കെട്ടി തൂങ്ങി ആടുമെന്നോ? പൊടിന്നറിയണ്ടോ? മോനോട് എത്ര കാലം കാണും? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. നീ ഗുഡ് ബൈ പറഞ്ഞങ്ങ് പോയാൽ ഞാൻ രമണൻ. കെട്ടി തൂങ്ങി അങ്ങ് ആടുമെന്നോ? വന്നില്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുറുക്കുണ്ട്. പൂവമ്പന്റെ കൊലച്ചു വെച്ചൊരു കരിമ്പിൻ ബില്ലത്ത പാടത്താല വാളെടുത്തു വീശല്ലേ, ഞാനത് മോരിക്കും പൂവാക്കും. മോനെ, സാഹചര്യമല്ല മോനെ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിക്കുന്നത് അല്ലേ മോനെ? ഇത് ലാലേട്ടൻ ചെയ്ത എങ്ങനെ ഇരിക്കും? ഷോൾഡറൊക്കെ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായുടെ മോള് ചന്ദ്രിക. നീ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ ഇവിടെ കെട്ടി തൂങ്ങി ആടുമെന്നോ? നിനക്ക് തെറ്റി. സവാരി ഗിരിഗിരി. ഇങ്ങനെയൊന്നും അല്ല ഒരു വീട്ടിൽ കയറി വന്ന് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പോ പേരെന്താണ്? ഹരി. ഹരി. എവിടെയാണ്? ഇവിടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത്. ഏതിനാ പഠിക്കുന്നത്? ബിടെക് സെക്കൻഡ് ഇയർ. ഓക്കെ. അത് ചെയ്യും, നോക്കിക്കോണം. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോൾ ചന്ദ്രിക. നീ എന്തിനാടി വിചാരിച്ചേ? നീ അങ്ങ് മദ്യപിച്ച് പോകുമ്പോ ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കാൻ MLA-മാരെ പറഞ്ഞയക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിയുടെ മോള് ചന്ദ്രികയെ, നീ എന്നതാടി വിചാരിച്ചേ? നീ ഇങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോ ഈ രമണൻ തെങ്ങി കയറി തേങ്ങ ഇട്ട് അവിടെ കരിക്കും കുടിക്കൂല്ലേ? ഞങ്ങള് വെള്ളം അടിച്ചു വരുമ്പോ ഹളിയിൽ ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നി. നേരെ കരിക്കിടാൻ വേണ്ടി തെങ്ങ കയറിയതാ. കള്ളു കുടിച്ച് തെങ്ങ കയറി പിടിവിട്ട് കാണുമല്ലേ? ഇങ്ങനെ ഒരു പിടിപിടിച്ചാൽ ചത്താലും പിടിവിടാത്ത ആളാ. ഇപ്പൊ തന്നെ കിടപ്പിന് നോക്കി പിടിവിട്ടിട്ടില്ല. ശരിയാണല്ലോ. ഈ രമണൻ കെട്ടിത്തൂങ്ങി എങ്കിൽ നിനക്ക് തെറ്റി. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും. പക്ഷെ ഇത്രയും വരെ മുന്നേ വെച്ച് നീ ഒരു സംഭവത്തിൽ പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി സർ. അയാൾ വഴങ്ങുന്നില്ല. ഒഫീഷ്യലായിട്ട് നീങ്ങിയാൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുത്താലും അത് കിട്ടിയെന്ന് വരില്ല. അവളെ കൊണ്ടത് പറയാൻ പറ്റില്ല. അത് യോയോ ആയിപ്പോയിടാ. അവളെ കൊണ്ടത് പറയാൻ പറ്റത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ സഹോദരിയായി കാണാൻ പറ്റില്ല. ഇറങ്ങിപ്പോയി. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാനനച്ചായയിൽ ആട് ഇതെന്നാ ചെന്തോടാ? ഇതെന്നാ ഇങ്ങനെ നടന്ന് കറിയുന്ന? ആട് മിമിക്രാണിക്കുവാ, അല്ലാതെ കാനനച്ചായയിൽ ആട് നിന്നെ ഞാൻ ഇപ്പം കൊണ്ടുപോകുന്നു. டாடி மம்மி வீட்டில் இல்லை, தடபோட யாரும் இல்லை, விளையாடு போமா உள்ள டாடி மம்மி
ഡാഡി എന്താണ് പേര്? അശ്വജിത്ത്. എവിടെ നാട്? കണ്ണൂർ. കണ്ണൂർ. ഏതിനാ പഠിക്കുന്നത്? ബിടെക് ഫസ്റ്റ് ഇയർ. ഇടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിട്ട് മുതൽ ചന്ദ്രികയെ നീ എന്നതാടി വിചാരിച്ചേ? ഈ രമണൻ നീ ബൈ പറഞ്ഞു പോയ ഈ രമണയോട് കെട്ടിത്തൂങ്ങിക്കാൻ നാട് വന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീണ അതിന് ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീണ അതിന് മറ്റേ അറ്റത്ത് നീയും കാണും മോളെ. ചാകാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ നിന്ന്, ജീവിക്കാനാണെങ്കിലും ഇത്ര ശക്തിയോടെ മുമ്പേ ആരും പറഞ്ഞില്ല. പിന്നെന്താ? പക്ഷേ ഇതെന്തുകൊണ്ടാ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അയ്യോ എന്റെ ദൈവമേ. പക്ഷെ ഇവള് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയണം എന്നെ ഇവളെ സ്നേഹിച്ചിട്ടില്ല എന്ന്. അത് ഫീൽ ചെയ്യണം, അത് ഫീൽ ചെയ്തേ പറഞ്ഞു. പക്ഷെ ഇവള് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയണം ഇവളെ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞു വിട്ടു പോയാലും ഇവളെ സന്തോഷമായി ഇരിക്കുമെന്ന്. കണ്ടോ, അവളെ കൊണ്ടത് പറ്റില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തു. അത് ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. എത്ര വട്ടം വേണേലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു കുറ്റത്തിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയെ കാണാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി കാനന ചായയിൽ ആട് മേയ്ക്കാം. കുടിച്ചിട്ടല്ലേ പറയുന്നത്? എടി കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവാണ്. കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെയും ഗുഡ് ബൈ.